വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓ എനിക്ക് സൗണ്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നു. നന്ദി നന്ദി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഈശ്വര നന്ദി. മാവേലിക്ക് സൗഭാഗ്യ പറഞ്ഞത് തമിഴിൽ പറയും കേട്ടോ. വായിലെ സക്കറിയെ പോട പറഞ്ഞത് എനിക്ക് ശബ്ദം കിട്ടി. അപ്പോൾ താങ്ക്സ് ടു മൈ ഡോക്ടർ, താങ്ക്സ് ടു ഓൾ ഓഫ് യു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും. പക്ഷേ എൻ്റെ സൗണ്ട് കുറച്ച് കള്ളത്തൊണ്ട പോലെ ഉണ്ട്, അത് ഇനിയും ശരിയാവും. എൻ്റെ ഒറിജിനൽ വോയിസ് കിട്ടും. ഇപ്പം എനിക്ക് തൽക്കാലം വേറെ ആരോ സംസാരിക്കണ പോലെ. എന്നാലും ആ സ്റ്റാമറിങ് പോയല്ലോ. ഓക്കെ, ഞാൻ ഷൂട്ടിംഗ് അവിടെ നിന്ന് നേരെ വന്നതാണ്. അമ്മച്ചോ അപ്പച്ചോ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുപാട് കരയുന്ന സീനൊക്കെ എടുത്ത് എൻ്റെ കണ്ണൊക്കെ ഗ്ലിസറിൻ ഇട്ട് പഴുത്തിരിക്കുക. ഇവിടെ സൗഭാഗ്യയ്ക്ക്, അർജുന്, സുധാപൂന് എല്ലാവർക്കും പനി. അപ്പോൾ അവരെ കാണാന്ന് വിചാരിച്ചു വന്നതാണ്. ഹലോ ഗൈസ്, അമ്മ ഇൻട്രോയിൽ എന്താ പറഞ്ഞ ഗൈസ്? പനി പിടിച്ച് കാണാൻ വന്നത്. ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ, മക്കളെ എന്റെ മൈക്ക് കൊണ്ടുപോകല്ലോ. എന്റെ ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നാളെ വർക്കുണ്ട്. ഞാൻ സത്യം പറയാം ഗൈസ്, നാളെ വർക്കുണ്ട്. നാളെ വർക്കിന് അമ്മയ്ക്ക് സാരിക്ക് ബ്ലൗസ് വേണം. ബ്ലൗസ് മുഴുവൻ അത് എന്റെ കല്യാണ ബ്ലൗസ്, മൈ വെഡിങ് ബ്ലൗസസ് ആർ ഹിയർ. അത് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളോട് എന്താ പറഞ്ഞത്? പനി പിടിച്ച് ഞങ്ങളെ കാണാൻ വന്നോന്നല്ലേ? പനി പിടിച്ച് കാണാൻ വരാറുണ്ട്. പക്ഷെ ഇന്ന് വന്നത് അല്ല, ഒരു മണിക്ക് 2 പക്ഷി. അത് മുതൽ പക്ഷി. എന്താ കൺട്രോളർ വിളിക്കാം. ഒരു മിനിറ്റ് സംസാരിച്ചോ. നാളെ വർക്കുണ്ട്, ബ്ലൗസ് വേണം, പക്ഷേ ഇവരെ കാണുക. സുധാപ്പൂ വിശ്വസിക്കൽ. സുധാപ്പൂ ചക്കര വരുന്നു, ബ്ലൗസ് ഒക്കെ തരാം. ആദ്യം എനിക്ക് വിശക്കുന്നത്. എനിക്ക് ദോശ ഉണ്ടാക്കി തരാം. ദോശ മാത്രം ഇല്ല, സുധാപ്പൂന് കൊടുത്തിട്ടില്ല. ആദ്യം അമ്മയ്ക്ക് ആഹാരം, സെക്കൻഡ് കൊച്ചിന്. ഒരുമിച്ച് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ ദോശയും അതിന് മുന്നേ എന്റെ പെട്ട ദോശയും ചട്നിയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ക്ഷീണായി പോയി. സൗഭാഗ്യ என்ன இங்கெல்லாம் பேக் எல்லாம் இருக்கு? நான் ஹாஸ்பிட்டல் போயிட்டு வந்துட்டு அப்படியே வச்சிருக்கேன். எடுத்து வைக்கல. டாக்டர் என்ன മെഡിസിൻസ് എഴുതി തന്നിരിക്കും. ഒരു ലോഡ് മെഡിസിൻസ് ഉണ്ട്. ഞാൻ പോട്ടെ. ഹലോ പനിച്ചർക്ക് ഓവൻ വന്ന് എന്റെ ക്യാമറയെ വിമർശിക്കാൻ. രാധേ കൃഷ്ണ, എന്റെ തങ്കത്തിന് പനിയാണ്. ഒരു ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടോണ്ടിരിക്കും. എല്ലാം അനുസരിക്കുന്ന ഒരാളെ കാണിച്ചുവിടേണ്ട ഇവർക്ക്. അല്ല, സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കില്ലെന്ന് പറഞ്ഞ അപ്പൊ തന്നെ എന്റെ അടുത്ത് തൊഴണം. എന്റെ അടുത്ത് പ്ലീസ് എന്നെ വിട്ടേക്കും, എന്റെ വീട്ടിലേക്ക് വിടും. എന്നിട്ട് ഒരു ഭാഗം പറഞ്ഞ അനുസരിക്കാത്ത ഒരു തങ്കമാണെന്ന്. ഇത് ഒരു ഭാഗം അനുസരിക്കാത്ത പിത്തളത്താര, മഞ്ഞത്താര. മക്കളെ, എന്നെ കുറിച്ച് ഒരു നല്ലത് പോലും ഇല്ല, പറയില്ല. സോറി. ചീത്ത ഒരു നല്ലത്, ഒരു അനുസരണക്കേടിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരാളാണ്. അത് നല്ലതല്ലേ? എന്നിട്ട് അമ്മ വന്നപ്പോ എന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മെലിഞ്ഞിട്ടുണ്ടോ കുറച്ച് മുമ്പോ ഞാൻ മെലിഞ്ഞു. സുധാപ്പൂ എവിടെ? ഓൺ ദ വേ. സുധാപ്പൂ വലിയച്ഛൻ്റെ അടുത്താണ്. സുധാപ്പൂന് ഫേവററ്റ് ആണല്ലേ വലിയച്ഛൻ? സുധാപ്പൂക്ക് ജലദോഷം വന്ന ശേഷം അടങ്ങിയിരിക്കുന്നില്ല. ഭയങ്കര ഇറിറ്റേഷൻ. അത് കത്തി കഥവടയ്ക്കും. കയ്യിലെ വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റും. വലിയ കുട്ടിയാവുന്നല്ലേ? കയ്യിലെ വെച്ചിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാ ഇപ്പൊ ടപ്പ് നമ്മൾ ബാക്കിലോട്ട് മലക്കും. ഇപ്പൊ ഇത് മതിലെല്ലാം ഉണ്ടാ തല പോയിടിക്കും. എൻ്റെ പാത്രത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഹോളില്ല. ഇന്ന് ഹോളിൽ കൂടെ ചൂടുവെള്ളം വിട്ട് വെച്ചാൽ ഇതിൻ്റെ ബൗൾ ചൂടായിരിക്കും. ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്
ചൂടായിട്ട് തന്നെ ഇരിക്കും, തണുത്തു പോകാം. അടിപൊളി. അത് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് എന്താ ഹോളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങൊരു അടപ്പുണ്ടായിരുന്നു, അത് ശാലു കളഞ്ഞു. ഇത് വെള്ളം നിറച്ചിട്ടെങ്കിൽ അടച്ചു വയ്க்கிறதுக்கு ഒരു സീൽ ക്യാപ്പുണ്ട്, സിലിക്കോൺ ക്യാപ്പ്. അതിപ്പടി വെച്ചിട്ട് ഇങ്ങനെ ഇപ്പടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അപ്പടിയേ നിൽക്കും. ശരിക്കും നല്ല ചൂടുണ്ട് കേട്ടോ. മറ്റേ ഹോട്ടലിലെല്ലാം പാത്രം അമ്മക്ക് വേണം ഇല്ല, അപ്പടി ഇപ്പൊ കഞ്ഞിയെല്ലാം ഒഴിച്ചു വെച്ചാൽ നമ്മുടെ ഹോട്ടൽ സെയിം സെറ്റപ്പ്. മറ്റേ ഫുഡ് ചൂടായി തന്നെ ഇരിക്കില്ല ബൊഫേ പോകുമ്പോൾ, അതുപോലെ. എത്ര രൂപ അത്? കുറേ സാധനങ്ങൾ വാങ്ങണോടെ കൂട്ടത്തിലാണ് വാങ്ങിനെ. കൊച്ചുബേബിയുടെ ഫുഡ് റെഡി. റെഡി അയച്ചാ? എൻ്റെ ബേബിയുടെ ഫുഡ് റെഡിയല്ല. എൻ്റെ ബേബിയുടെ ഫുഡ് അതാ മമ്മിയുടെ ബേബി. അയ്യോ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? എന്ത് സത്യം, നീ ரொம்ப தான் என்ன சொல்ற ஏட்டியா? നീ தான் ரொம்ப സുധാപ്പു 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 എന്നിരിക്കും. ഞാൻ ചൊല്ലു 24 മണിക്കൂർ സുധാപ്പു മാത്രം താണു. ഞാൻ മാത്രമല്ല, ഇത് നമ്മളോട് യൂട്യൂബ് பார்க்குற 50 പേര് എങ്ങോട്ടൊക്കെ சொல்றது സുധാപ്പുവിനെ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടം. സുധാപ്പു ഞങ്ങളുടെ ഫേവറേറ്റ്. അവ ചൊല്ലട്ടും, അവ എല്ലാവരും എന്നോട് അമ്മയല്ലല്ലോ. സ്വാഭാവികം, ഞാൻ ഒരു അമ്മൂമ്മയും കൂടിയാണ്. ഉന്നോട് പാട്ടി അങ്ങോട്ടൊക്കെ എவ்வளோ സ്നേഹமாக இருக்கா. ഉന്നോട് അമ്മമ്മ അങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമുണ്ടോ? അന്നേരം എനിക്ക് ഇരിക്കണ്ടമ്മ, ഞാൻ ഇരിക്കണ്ടേ? അനക്ക് വേണ്ടമ്മ. സുധാപ്പു വന്നല്ലോ. സുധാപ്പു എവിടെ? സുധാപ്പു സുധാപ്പു എവിടെ? സുധാപ്പു ചെല്ല ചെല്ല മെച്ചല്ല ചെല്ല മെച്ചല്ല ചെല്ല മെച്ചൽ തുളവെങ്കി ഇങ്ങനെ അത് ഉള്ളി ഇങ്ങനെ കണക്ക് ചോദിക്കേ. തുടങ്ങും നമ്മുടെ യുദ്ധം. ഇവിടെ ചമ്മന്തി ഇതുവരെ അയ്യേ ചമ്മന്തി ഒന്നും ഫ്രെയിമിൽ വരുന്നില്ലല്ലോ. ഒട്ടിച്ച് താരാ കല്യാണം. ആ ക്യാമറ ഇവിടെ വെക്കൂ. താരാ കല്യാണം ഫ്രെയിം വെക്കാനും അറിഞ്ഞൂടല്ലോ. താരാ കല്യാണം എന്ത് തന്നെ അറിയാം. ഒന്നും താരാ കല്യാണം ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യണം കേട്ടോ. ചമ്മന്തിയുടെ ഒരു ഐറ്റംസും ഫ്രെയിമിലില്ല. താരാ കല്യാണിന്റെ സ്വന്തം തല, സ്വന്തം ഫുൾ ഫിഗർ മാത്രമേ ഉള്ളൂ. എവിടെ വെക്കുന്നു ഫ്രെയിം? താഴെ താഴെ മതില് ചാരി. ഇവിടെയോ? ആ കണ്ട, ഇപ്പൊ എല്ലാ ഐറ്റംസും ഇട്ടില്ല. അപ്പത്തേക്ക് എല്ലാം കഴിഞ്ഞു. ഉള്ളി പൊളിച്ച് എല്ലാം കഴിഞ്ഞു. ഉള്ളി വരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു. പുളിയൊന്നുമില്ല. പുളിയില്ലേ? നോ, ഐ വാണ്ട് പുളി. വി ഹാവ് നോ പുളി. ഐ നീഡ് പുളി. വി ഹാവ് നോ പുളി. സുധാപ്പു സുധാപ്പു അമ്മാട്ടു എങ്ക അമ്മാട്ടു. കണ്ട, അമ്മാട്ടു കഴിക്കുന്നില്ല. എന്റെ കയ്യെ പിടിച്ചു പോയി. സുധാപ്പു 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 സുധാപ്പു. ഒരുപാട് ക്ഷമ വേണം. വേണ്ട മക്കള്, ഒരുപാട് ക്ഷമ വേണം. ചാറെവിടെ? ചാറെവിടെ? സ്പൂൺ തരട്ടെ? സ്പൂൺ അച്ഛനോട് കണ്ണിലടിച്ചു തരും. ഗുഡ് ഗേൾ. മിക്സി എങ്ങനെ കുട്ടി? മിക്സി തേച്ച് വെച്ചിരിക്കണമെന്നില്ല. പാത്രമൊന്നും ഞാൻ കമത്തല്ലേ. മിക്സി എങ്ക? മിക്സിയിൽ നിൽക്കാൻ അതാണ് അന്വേഷിക്കുന്നത്. ഇവിടെ മിക്സിയുടെ മേളിലാണ് ക്യാമറ വെച്ചേക്കുന്നത്. മാറ്റിത്തരാം. ഫ്രെയിം ചേഞ്ച് സുധാപ്പു, ഫ്രെയിം ചേഞ്ച്. കം. കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ. ഏതാണ് വെളിച്ചെണ്ണ ഇത്? സുധാപ്പു എവിടെ? എവിടെ എവിടെ സുധാപ്പു എവിടെ? ദോശ റെഡി. ദോശ റെഡി. ദോശ, മുളക്, ഉള്ളി, ചമ്മന്തി. പുളിയില്ല. പക്ഷെ എനിക്ക് തൈരും വേണം മമ്മി. തൈര് എടുക്കാം. തൈര് ഇരിക്ക്, പക്ഷെ ജലദോഷമാണോണ്ട് എനിക്ക് തൈരും കൂട്ടി
മിക്സ് ചെയ്ത് കഴിച്ചാത്ത സമാധാനം. തൈര് എടുക്കാം. തൈരുണ്ട്. തൈര് കാരണം ഒരു പ്രത്യേക ഒരു അസുഖം എങ്ങനെ ഫസ്റ്റ് ട്രയലുണ്ട്. യൂട്ടിലിറ്റി ബോക്സ് അത് നിങ്ങളൊന്നും ഒരു പാത്രത്തിൽ വിട്ട് വെക്കും മറ്റുള്ള പാത്രം പോട്ട് വെച്ച ഞാൻ പിന്നെ പാത്രം തേക്കണേ എനിക്ക് പോയി. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോ തന്നിട്ടില്ല. ദോശ അതൊന്നും കാര്യം നല്ല ദോശ നല്ല നല്ല ദോശ മേളിൽ വെച്ച് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നു ഗൈസ്. പിഞ്ചി കീറിയ ദോശയൊക്കെ അങ്ങ് അടിയിൽ വെച്ചിട്ടുണ്ട്. ആരും ഞാൻ അറിയിക്കില്ല, ഞാൻ എല്ലാരും അറിയിക്കും. ആ കരിഞ്ഞ ദോശ ഇല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. പിഞ്ചിക്കറിയ ദോശ ആണെങ്കിലും കൊള്ളാം ഗൈസ്. നമ്മൾ ഫോക്കസിലേ അല്ലായിരുന്നു. അതിന് ജലദോഷമുള്ളവർ തൈര് കഴിക്കരുത് കേട്ടോ. ഇതൊരു ഒരിക്കലും പ്രചോദനമല്ല. ശേഷം നമുക്ക് അസുഖമുള്ളപ്പം മെഡിസിൻ്റെക്കാത്ത അടിപൊളിയാണ് അമ്മമാരുണ്ടാക്കി തന്ന ആഹാരം. അത്യാവശ്യം എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ദോശ, ഉള്ളിച്ചമ്മന്തി, തൈരും ഒരു ഓഗ്മെന്റിന്റെ ഒരു അസിത്രാളും വിളിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ ഇപ്പൊ കഴിക്കുന്നത് ടാക്സി, വേറൊരു ആന്റിബയോട്ടിക്. ഓഗ്മെന്റിനും അല്ല അസിത്രാളും അല്ല. അതുപോലെ ഈ വീടിനോട് താഴെ നിങ്ങൾക്ക് പനി പിടിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നത് എന്ത് ആഹാരമാണ് ഇഷ്ടത്തുള്ള കമന്റ് ചെയ്യണം കേട്ടോ. ഈ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും പറയാറില്ല. അമ്മ തിന്നോണ്ടിരിക്കുകയാണ് അമ്മയുടെ വ്ളോഗില്. അമ്മയ്ക്ക് അമ്മ ആഹാരം തരൂലേ, ഉണ്ടാക്കി കൊടുക്കൂലേ? രസം, കുരുമുളക് രസവും നല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈ. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മ പനി പിടിച്ചെടുക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഹോർലിക്സ് ആണ് ഗൈസ്. സത്യം. ചുമ്മാ എന്നെ അമ്മ ചെരുപ്പൂരി അടിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഹോർലിക്സ് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ പറയും, ഇതെന്തോ പായസം പോലെ ഇതിന് ഇത്രയും മധുരം ഇടേണ്ട ആവശ്യമുണ്ടോ, പ്ലീസ് എല്ലാം ഡയബറ്റിക് ആക്കി കൊല്ലരുത് പ്ലീസ്. അതുകൊണ്ടാണ് ഞാൻ കളയാം. അടുത്താണ് ഞാൻ മധുരം കുറച്ചിടുമ്പോ മണ്ണ് മാതിരി ഇരിക്ക്. ഇതിന് സാക്ഷിയുണ്ട്, അറിഞ്ഞിട്ടാണ് അതിന് സാക്ഷി. മണ്ണ് മാതിരി ഇരിക്ക്, ഇതില് പഞ്ചസാര കിടയാതെ ഒന്നും കിടയാണ്, ജീനി പോണ്. അതിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. കഞ്ഞി ഉണ്ടാക്കുമ്പോ ചാത വേഗലേ ചോറ് വന്നു കഴിയുമ്പോ ഇതിൽ ഉപ്പില്ലേ, ഉപ്പ് കൂടിപ്പോച്ച്. അപ്പൊ ഞാൻ അമ്മയുടെ പറഞ്ഞ അമ്മ പൊയ്ക്കും, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പൊയ്ക്കോ, എനിക്ക് നോക്കാൻ പറ്റും. അങ്ങനെ എന്റെ അമ്മയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതാണ് അമ്മ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്ന് ഒറ്റ ദിവസം ശരിയായി. കാരണം വല്യമ്മടുത്തോളം പറഞ്ഞാൽ വല്യമ്മ അടിച്ചു കൊടുക്കും. ഇങ്ങനെ വെള്ളം പറഞ്ഞ വല്യമ്മ വാറുതോലെ പറയൂ, തരത്തോലെ പറയുമോ പറഞ്ഞ അടിച്ചു വെച്ചു കൊടുക്ക. എന്നോട് കരുണ തോന്നി അർജുൻചേട്ടാ പറഞ്ഞു, ടീച്ചർ ഇത് കുറച്ച് ഓവറാണ് ടീച്ചർ, അതിനൊരു കുഴപ്പമില്ല, നല്ല ഹോർലിക്സ് ആണ് തക്കുട്ടി ഉണ്ടാക്കിയത്, നീ പോടാ. അമ്മ പറഞ്ഞോണ്ടോ എന്റെ ഹോർലിക്സ് പറഞ്ഞപ്പോ സത്യം. ആക്ച്വലി അതൊക്കെ ഞാൻ മറന്നുപോയി. നീ പറഞ്ഞതെല്ലാം ഞാൻ മറന്നു. അമ്മ പറഞ്ഞു, കാരണം അമ്മ പറഞ്ഞത് കൊണ്ടത് എനിക്കാണല്ലോ, ഞാൻ മറക്കൂല. ഞാൻ പിന്നെ വർത്തമാനം പറയാത്തുന്നത് എനിക്ക് പ്രശ്നം. ഷൂട്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ എം ടി സ്റ്റൊമക്കിൽ കപ്പിവ കുടിക്കാൻ വേണ്ടി എം ടി സ്റ്റൊമക്ക് ആക്കി വെച്ചേക്കാണ് വെച്ചത്. കണ്ണുകളി വിശന്നു. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. ശരി, ഒന്ന് പണയുണ്ട വ്ളോഗ് തീർന്ന്. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, ബ്ലൗസ് വേണം. കണ്ടല്ലോ അല്ലേ, സത്യല്ലേ? ആ മൂക്ക് ഉടക്കട്ടെ.
കല്യാണത്തിന് എടുത്ത 5 ബ്ലൗസ് അല്ല 5 കല്യാണ ബ്ലൗസ് 5 വെഡിങ് ബ്ലൗസ്. ചോ രാമ അയ്യോ ബ്ലൗസസ് മൈ ബ്ലൗസ് ഇങ്ങോട്ട് കിട്ടുമ്പോ ബിക്കം മൈ ബ്ലൗസ്. മൈ പറ്റി 5 പ്രാവശ്യം മൈ ബ്ലൗസ്. ഇതെന്റെ തലേ ദിവസത്തെ ഫങ്ഷൻ ബ്ലൗസ്, ഇതെന്റെ കല്യാണ ബ്ലൗസ്. ഞാൻ തന്നെ എങ്ങനെ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു. ഞാൻ വെച്ച അമ്മ എന്നെ പറ്റി പറയണ, സാരിയെ പറ്റി പറഞ്ഞു. സോറി, അമ്മക്ക് കൗണ്ടർ ഒന്നും വരുന്നില്ല. സാരിയും കൊള്ളാം. സുധാപ്പ് ഉറങ്ങി, വെള്ളിച്ചുറക്കി. ഇത് ചൊല്ല്, ഏത് ബ്ലൗസ് എന്ന് പറ. ദിസ് ഇസ് ഗൃഹപ്രവേശ ബ്ലൗസ്. അപ്പൊ എന്റെ മെമ്മറി ഓക്കെയാണല്ലേ? ഇത് വീഡിയോ കോൾ വഴിയാണ് മമ്മി സെലക്ട് ചെയ്തത്. ഞാൻ പോത്തീസിൽ പോയി വാങ്ങിച്ചപ്പോൾ ഓർമ്മയുണ്ട? അമ്മ ഷൂട്ടിങ്ങില് ചെന്നൈയിലെ ഒരു തമിഴ് ചോക്ലേറ്റ്സ്. അപ്പൊ പറയൂ ഇത് ഏതിൻ്റെ ആയിരുന്നു? ഇത് കല്യാണം കഴിഞ്ഞ് നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഒരു ബ്ലൗസ് ഇട്ടില്ലേ? ബ്ലൗസ് മാത്രം, ഒരു സാരിയുടെ അല്ല, ബ്ലൗസ് പീസ് മാത്രമായിട്ടിരുന്നു നമ്മുടെ ഒരു പട്ടിൻ്റെ. പിന്നെ ആ ബ്ലൗസാണ് നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ കൂടെ എടുത്തത്. അവിടെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ സെയിം കളറാണ്. കാരണം ഇത് നേവി ബ്ലൂവും പിങ്കും. ഇതിലേത് ഒരെണ്ണം മമ്മിയുടെ അളവൊക്കെ സൈഡ് അടിച്ചത് ഞാൻ അഴിച്ചത്, അതുകൊണ്ട് ഇരിക്കട്ട്. അല്ല ഏതാക്കുമ്പോൾ സൈഡ് അടിച്ചിരിക്കുന്നത് അത് വെച്ചോ. ഏത് ഒരെണ്ണം ഞാൻ ഇളക്കിയിരിക്കാൻ. അതപ്പോൾ വെഡിങ് ബ്ലൗസസ് ഒക്കെ കഴിഞ്ഞു. ഇത് എൻ്റെ കൊളാബ് ബ്ലൗസാണ്. എനിക്ക് എറണാകുളത്തുള്ളൊരു ബുട്ടിക്കാർ ചെയ്തു തന്നതാണ് ഒരു കൊളാബിൻ്റെ ബ്ലൗസ്. ഇത് അമ്മയുടെ തന്നെ ബ്ലൗസാണ് കേട്ടോ. അമ്മ എൻ്റെ ബ്ലൗസാണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്ക് തന്നു വിട്ടതാണ്. ഇത് അമ്മയുടെ ബ്ലൗസ് തന്നെയാണ്. ഇത് അമ്മയുടെ ബ്ലൗസ് തന്നെയാണ്. ഇത് അമ്മയുടെ ബ്ലൗസ് തന്നെയാണ്. ഇതെല്ലാം എൻ്റെ ബ്ലൗസാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അമ്മ തന്നു വിട്ടതാണ്. ഇതെന്നെയാണ് ഒരു കൊളാബിൽ വന്ന സാരിയുടെ ബ്ലൗസാണ്. ഈ കറുപ്പ് ബ്ലൗസ് കൊള്ളാം, എന്ത് രസം നോക്കിയല്ലേ. ഞാനൊരു അമ്മമാട്ടെ കേട്ടെ വാട്ട്സ് ഇൻ യുവർ വാർഡ്രോബ് ചേവിയാകും, അതുവഴി പൊയ്ക്കോ കേട്ടെ. ആലോചിച്ച് പറഞ്ഞ് ശരിയാക്കും. നമ്മളെ ഇതൊരു അമ്മ മലമാരെ തുറന്ന് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ആക്കും അപ്പൊ നിങ്ങൾ സാക്ഷി ഞാൻ തിരിച്ചു കൊടുക്കൂല. നിങ്ങൾ സാക്ഷി ഞാൻ തിരിച്ചു കൊടുക്കൂല. അപ്പോൾ രാത്രി ഒരുപാട് സമയം നാളെ ഷൂട്ടുണ്ട്. ഈ ബ്ലൗസ് കൂടെ ഉണ്ട്, മറന്നുപോയത്. വേണ്ട പോളൂ, എന്റെ ബ്ലൗസ് വേണമെങ്കിൽ വെച്ചോ എന്റെ അടുത്ത്. ഇവിടെ നിന്നൊക്കെ വൈകിട്ട് പുറകോട്ടൊക്കെ വയ്ക്കോ. അപ്പോ നല്ലവളായ സൗഭാഗ്യ എനിക്ക് നല്ലവളായ സൗഭാഗ്യ എന്ന് പറഞ്ഞ എന്റെ ക്യാമറയ്ക്ക് പോലും പിടിച്ചില്ല ഗൈസ്. നല്ലവളായ സൗഭാഗ്യ എനിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് എന്റെ ബ്ലോഗിൽ വന്ന് അപ്പിയർ ചെയ്ത് ഞാൻ പോലും ചെയ്യാറില്ല. ഓക്കെ, ഇതിന്റെ റവന്യൂ ഞാൻ എടുത്തോളാം. ഈ വീഡിയോ ഓക്കെ ബൈ. കോപ്പിറൈറ്റ് അടിക്കും ഇപ്പൊ. ബൈ. അപ്പോ നമുക്ക് കാണാം, ഉറപ്പായിട്ട് കാണണം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. എനിക്ക് സൗണ്ടൊക്കെ കിട്ടിയതിൽ വലിയ സന്തോഷം. ബൈ.